എന്ത് കട്ടിട്ടാണെങ്കിലും കളവ് കളവാണ്. അപ്പുറം ഇപ്പുറം കട്ടിട്ട് പുത്തൻവാദികൾക്ക് ചുവട് വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ മുതലിമികളായ ചെറിയ കുട്ടികളായ നമ്മളെ പ്രസംഗം വരെ കട്ട് ചെയ്ത് ഇടേണ്ട ഗതികേട് വരുന്ന ചില ആളുകളുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം എന്നെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് എന്ന് മുജാഹിദുകൾ പറയാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വർഷങ്ങളായി മുസ്ലിയാക്കന്മാർ നിരന്തരം അവരുടെ സ്റ്റേജുകളിലും പേജുകളിലും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും അത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഞാനിന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മകൻ്റെ ഒരു പ്രഭാഷണം കേട്ടു. അതിൽ അദ്ദേഹം വളരെ സങ്കടത്തോടെ പറയുകയാണ്, എൻ്റെ പ്രസംഗത്തിൻ്റെ അപ്പുറവും ഇപ്പുറവുമൊക്കെ കട്ടുമുറിച്ചുകൊണ്ട് പ്രവാചകൻ വെറുമൊരു സാധാരണ മനുഷ്യനാണ് എന്ന്, അതായത് പ്രവാചകൻ എന്നെയും നിങ്ങളെയൊക്കെ പോലെയുള്ള കേവലം ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മകൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അത് കുരുവട്ടൂർ തരീക്കത്തുകാർ അങ്ങനെ കള്ളക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സങ്കടപ്പെട്ട് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം. അത് കേട്ടപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. മാത്രവുമല്ല, ഈ മുസ്ലിയാർ ഈ ഒരു കാര്യം പറയുന്നതിനിടയിലും മുജാഹിദുകളുടെ പേരിൽ കളവ് പറയുന്നുണ്ട്. അതാണ് ഭയങ്കര രസം. ഈ മുസ്ലിയാരുടെ പേരിൽ കളവ് പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി പറയുന്നതിനിടയിൽ പോലും മുജാഹിദിന്റെ പേരിൽ കളവും പറഞ്ഞിട്ടാണ് മുസ്ലിയാർ സംസാരിക്കുന്നത്. നമുക്ക് ആ മുസ്ലിയാരുടെ സംസാരം കേൾക്കാം. പറഞ്ഞ പോലെ ഞാൻ വെറും മനുഷ്യൻ മാത്രമാണ് ഇത് മാത്രം ക്ലിപ്പാക്കിയിട്ട് ആളുകളുടെ ക്ലിപ്പ് കേട്ടില്ലേ? ഇവനിപ്പം പറഞ്ഞതും കളവല്ലേ? ത്വരീക്കത്തുകാർ ഇവൻ്റെയൊക്കെ ക്ലിപ്പ് കട്ട് ചെയ്ത് മുറിച്ചിട്ട് ഇങ്ങനെ ഈ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതേ പണി തന്നെയാണ് കാലങ്ങളായി നിങ്ങളുടെ നേതാക്കന്മാരായ മുസ്ലിയാക്കന്മാർ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു വെച്ചതും ചെയ്തു വെച്ചതും എഴുതി വെച്ചതും. മനസ്സിലായല്ലോ മുസ്ലിയാരെ? പാച്ച നോണ അത് കേട്ടിട്ടാണല്ലോ താൻ ഈ പറയുന്നത്. അതല്ലാതെ മുജാഹിദിൻ്റെ ഏതെങ്കിലും പണ്ഡിതൻ, ഏതെങ്കിലും ഒരു പ്രഭാഷകൻ അവരുടെ പ്രഭാഷണത്തിലോ ലേഖനത്തിലോ എവിടെയെങ്കിലും പ്രവാചകൻ കേവലം എന്നെയും നിങ്ങളെയും പോലെയുള്ള ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നീ അത് കാണിക്കണം. വെറുതെ കളവ് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയല്ല വേണ്ടത്. കുരുവട്ടൂർ തരീക്കത്തുകാർ എന്ന് പറയുന്ന ആളുകൾ, അതായത് നൗഷാദ് ഹസനിയെ പോലെയുള്ള ആളുകളൊക്കെ നിന്റെ പേരിൽ ക്ലിപ്പ് മുറിച്ചിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇതേ പണി അവർ കുറെ കാലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകുമ്പോൾ ഞങ്ങളുടെ പേരിൽ ചെയ്ത പരിപാടിയാണ്. ഇങ്ങനെ ക്ലിപ്പ് കട്ടുമുറിച്ചും ലേഖനങ്ങൾ കട്ടുവായിച്ചും ജനങ്ങളെ കബളിപ്പിക്കാൻ ഈ പറയുന്ന തരീക്കത്തുകാരായി ഇപ്പോൾ വിലസുന്ന മുസ്ലിയാക്കന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തതാരാണ്? നിങ്ങളുടെ ഫാദർ തന്നെയാണ്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെയാണ്, അലവി സഖാഫിയെ പോലുള്ള മുസ്ലിയാക്കന്മാർ തന്നെയാണ്. അവരിൽ നിന്ന് പഠിച്ചെടുത്തതാണ് ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നിന്നെപ്പോലെയുള്ള ആളുകൾ ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ അത് മുറിച്ചവരിടും. നിങ്ങളുടെയൊക്കെ പ്രഭാഷണങ്ങൾ ഇങ്ങനെ കട്ടുമുറിച്ച് ജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ അതിൻ്റെ ബേജാറ് നിങ്ങൾക്കുണ്ടല്ലേ? അതിൽ മാനസികമായി പ്രയാസം നിങ്ങൾക്കുണ്ടാകുന്നുണ്ടല്ലേ? ഈ പറയുന്ന പ്രയാസങ്ങളൊക്കെ മുജാഹിദിൻ്റെ പണ്ഡിതന്മാരൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. നിങ്ങളെപ്പോലുള്ള മുസ്ലിയാക്കന്മാർ സ്റ്റേജിലൂടെയും പേജിലൂടെയും ഈ സമൂഹത്തിൻ്റെ മുന്നിൽ എന്തൊക്കെ കളവുകളാണ് ഇതുപോലെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അനുഭവിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ പ്രയാസമൊക്കെ ഒന്ന് അറിയുന്നത് നല്ലതാണ്. മുസ്ലിയാരെ ബാക്കി പറയട്ടെ. എന്ത് കട്ടിട്ടാണെങ്കിലും കളവ് കളവാണ്. അപ്പുറം ഇപ്പുറം കട്ടിട്ട് പുത്തൻവാദികൾക്ക് ചുവട് വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ മുതലിമികളായ ചെറിയ കുട്ടികളായ നമ്മളെ പ്രസംഗം വരെ കട്ട് ചെയ്ത് ഇടേണ്ട ഗതികേട് വരുന്ന ചില ആളുകൾ. ഇതേ ഗതികേടിൽ തന്നെയാണ് കാലങ്ങളായി നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ, സഖാഫിമാരും അഹ്സനിമാരും ദാരിമിമാരും ബാക്കവിമാരും ഒക്കെ ഉള്ളത്. മുജാഹിദുകളെ നേർക്കുനേരെ ഗണ്ണിക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി മുജാഹിദുകൾ ഇതാ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചതും എഴുതി വെച്ചതുമൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ തന്നെയാണ്. എന്തൊക്കെ കളവുകളാണ് നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇതേ ഗതികളിൽ തന്നെയാണ് നിങ്ങളുടെ പിതാവായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഉസ്താദും അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും ഇപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പൊന്നാര മകനായ നിങ്ങളും ചെയ്തു വെക്കുന്നത്. പാച്ച നുണ പറയുക. മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളിപ്പോൾ പറഞ്ഞില്ലോ, പാച്ച കളവല്ലേ അത്? തെളിയിക്കാൻ വേണ്ടി പറ്റുമോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്ക്.
ഇപ്പോൾ നിങ്ങൾക്ക് കുരുവട്ടൂർ തരീക്കത്തുകാർ എന്ന് പറയപ്പെടുന്ന ഒറിജിനൽ സമസ്തക്കാർ നിങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിലൊക്കെ ബേജാറായി ഉപ്പ പ്രസംഗിക്കുന്നത് പോലെ നീട്ടിപ്പരത്തി പറഞ്ഞു കഴിഞ്ഞാൽ കളവ് സത്യമാകില്ലല്ലോ. കുരുവട്ടൂർ തരീക്കത്തുകാർ നിങ്ങളുടെ പേരിൽ പറഞ്ഞത് കളവാണ് എങ്കിൽ, ക്ലിപ്പ് മുറിച്ചതാണ് എങ്കിൽ, നിങ്ങൾ ഞങ്ങളുടെ പേരിൽ ഈ കാലമത്രയും പറഞ്ഞു വെച്ചത് അത് പച്ചക്കളവാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട ആർക്കും. നിങ്ങളിവിടെ പറഞ്ഞ കളവുകൾ പോലെ കളവ് പറയുന്നവനെ കുറിച്ച് നിങ്ങൾ തന്നെ പറ. അവരെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മളൊന്ന് കേൾക്കട്ടെ. കളവ് പറയുന്നവന്റെ അടുക്കൽ മലക്കുകൾ അടുക്കൂല. റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. എന്താ കാരണം? ഇവൻ പറയുന്ന കളവിന്റെ നാറ്റം കൊണ്ട് അവന്റെ അടുക്കലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ പോലും അടുത്തു വരൂല. അപ്പൊ ആ ചിന്ത നമ്മുടെ മുസ്ലിയാർക്ക് ഉണ്ടാകണമെന്നാ പറയാനുള്ളത്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മകനടക്കമുള്ള സകല മുസ്ലിയാക്കന്മാർക്കും ഈ ഒരു ചിന്തയുണ്ടാകണം. ബാക്കി മുസ്ലിയാർ പറയട്ടെ. അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാതല്ലാതെ എന്ത് ചെയ്യാൻ? അപ്പുറം ഇപ്പുറം കട്ടുകളയാ. ഖുർആൻ പറഞ്ഞു, നിങ്ങളൊക്കെ മനുഷ്യനായതുപോലെ ഞാനും മനുഷ്യനാണ് എന്ന് പറയണം. നിങ്ങളെ പോലത്തെ മനുഷ്യനാണ് ഞാൻ പറഞ്ഞത്. ഈ പുത്തംവാദികൾ വെച്ച അർത്ഥം പറയും ആ ഭാഗം മാത്രം കേട്ടിട്ട് കണ്ടോ പേരോടിന്റെ മകൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് ക്ലിപ്പാക്കി കൊടുക്കും. അങ്ങനെ ഒരു വിഭാഗം അതിനായിട്ട് ജീവിക്കുന്ന ആളുകൾ. അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോയാലെങ്ങനെ? പുത്തൻവാദികൾ പറയുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തടിയൂരാൻ നോക്കണ്ട. പുത്തൻവാദികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മുജാഹിദിന്റെ ഏതെങ്കിലും പണ്ഡിതന്മാർ, പ്രഭാഷകന്മാർ അവരുടെ ലേഖനത്തിലോ പ്രഭാഷണത്തിലോ എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന്? ഇല്ല, അങ്ങനെ പറയാൻ പാടില്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. സ്വന്തം പിതാവായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രഭാഷണങ്ങളും ഒന്ന് മര്യാദക്ക് കേട്ടിരുന്നെങ്കിൽ നിങ്ങൾ ഇത് പറയുമോ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും ഈ കളവ് പറയാറുണ്ട്. നേരത്തെ നിങ്ങൾ പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ, മലക്കുകൾ കളവിന്റെ നാറ്റം കൊണ്ട് അടുക്കില്ല എന്ന് പറഞ്ഞ അത് പേരോടിനും പേരോടിന്റെ ഉസ്താദായ കാന്തപുരത്തിന് അടക്കം ബാധകമാണ്. ഉസ്താദിനെ കുറിച്ച് ശിഷ്യന്മാർ തന്നെ എന്താ പറഞ്ഞു വെച്ചത്? ഒന്ന് കേട്ടോ. വിശദീകരിച്ചത് ഉസ്താദിന്റെ സ്വഭാവം അങ്ങനെയാ. വല്ലാഹി പറഞ്ഞാൽ ശേഷം വരാൻ പോകുന്നത് കളവാണെന്ന് ഉറപ്പാ. വല്ലാഹി വന്നാൽ പച്ചക്കള്ളമാണ്. അതുകൊണ്ട് നിങ്ങൾ അപ്പോഴാണ് നമുക്ക് സമാധാനമായത്. അതല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടില്ലേ? അതേ ഉസ്താദ് വല്ലാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും. ഉസ്താദ് സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ചക്കളവായിരിക്കും. അവരിൽ നിന്നാണല്ലോ നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വരുന്നത്. നിങ്ങൾ മതമെന്ന് പറഞ്ഞ് പലതും പഠിച്ചു വെക്കുന്നത് അവരിൽ നിന്നാണല്ലോ. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഈ രീതിയിലൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. സ്വന്തം പിതാവിൽ നിന്നും പിതാവിന്റെ ഉസ്താദിൽ നിന്നുമൊക്കെയാണല്ലോ നിങ്ങൾ മതമെന്ന രീതിയിൽ പലതും പഠിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലൊക്കെ കളവുകൾ പറയും. ഇങ്ങനെയൊക്കെ നിരന്തരം കളവുകൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അതിനിടയിൽ അറിയാതെ ചില സത്യങ്ങൾ പറഞ്ഞു പോകുമെന്നൊക്കെ പറയുന്നില്ലേ? എന്നതുപോലെ നിങ്ങളുടെ പുന്നാര പിതാവ്, നിങ്ങളുടെ സ്വന്തം പിതാവ്, നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള നിങ്ങളുടെ പിതാവ്, ആ പിതാവിന്റെ ശൈലിയിലാണല്ലോ നിങ്ങൾ ഈ സംസാരിക്കുന്നതൊക്കെ. ആ ശൈലിയൊക്കെ കേട്ട് പഠിച്ചതാണല്ലോ. അങ്ങനെ പലതും കേട്ട് പഠിച്ചപ്പോൾ ഇത് നിങ്ങൾ കേട്ടില്ല, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിൽ ഇപ്പോൾ പറയാൻ വേണ്ടി കാരണം. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ കേൾക്ക്. നിങ്ങളുടെ സ്വന്തം പിതാവ് തന്നെ പറഞ്ഞു തരും പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന്. മുജാഹിദുകൾക്ക് വാദമുണ്ടോ ഇല്ലയോ എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് കേട്ടോ. പറയുന്നവൻ കാഫിറാണ് എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ? ആ പുസ്തകത്തിന്റെ പേര് സെൽസബീൽ എന്നാണ്. അത് ഇറക്കുന്നത് ആരാണ് എന്നറിയോ? ഉമർ മൗലവിയാണ്. ഉമർ മൗലവിയുടെ സെൽസബീൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണെന്ന് ഉമർ മൗലവി പറയുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. ഉമർ മൗലവി സത്യം പറഞ്ഞാൽ ഞങ്ങളും അതെ, അത് തന്നെയാണ് ഞങ്ങൾക്കും നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ പിതാവായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹം ആ പുസ്തകം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. ഒന്ന് പൊന്നാര പിതാവിന്റെ അടുക്കൽ പോയിട്ട് എൻ്റെ പൊന്നാര പിതാവേ ആ പുസ്തകം ഒന്ന് തരണം, പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് മുജാഹിദിന്റെ മൗലവിമാർ എഴുതി
എഴുതി വെച്ചിട്ടുണ്ട്, ഉമർ മൗലവി എഴുതി വെച്ചിട്ടുണ്ട്, സെൽസബീലിലുണ്ട് എന്നൊക്കെ നിങ്ങൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ആ പുസ്തകം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പുസ്തകം ഒന്ന് തരൂ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പോയി. ഒന്ന് വായിച്ചു നോക്കൂ എൻ്റെ പൊന്നാര മുസ്ലിയാരേ. നിങ്ങൾ തെറ്റിദ്ധാരണ മൂലം പറഞ്ഞതാകാനേ സാധ്യതയുള്ളൂ. നിങ്ങളുടെ നേതാക്കന്മാരായ മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് അവർ എഴുതി വെച്ചത് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നിങ്ങൾ ഭാവിയിൽ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. അത്തരത്തിൽ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ തുറന്നടിച്ച് പറയുന്ന ആളായതുകൊണ്ട് നിങ്ങളോട് ഞാൻ വേറെ ഒരു രീതിയിലും സംസാരിക്കുന്നില്ല. നിങ്ങളോട് മാന്യമായി ചിലത് കൂടി ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ പറയുകയാണ്, എന്താണ് പറയുന്നത്? പ്രവാചകൻ വഫാത്തായിട്ടില്ല, ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോയതാണ് എന്ന്. നിങ്ങളത് അംഗീകരിക്കുമോ? ഒന്ന് നിങ്ങൾ പറഞ്ഞു തരണം, ഒന്ന് കേട്ടു നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ കാണിക്കുന്നതാണ് ജസദ് തന്നെയാണ്. ഞാനും നിങ്ങളും എങ്ങനെ സംസാരിക്കുന്നുവോ ആ സംസാരിക്കുന്ന അതേ നില തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ കാണിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് നമ്മളെ തൊട്ട് മറങ്ങുന്നേ അർത്ഥമുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് വഫാത്തായിട്ടുള്ള ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് എന്താണ് പോയെന്നേ അർത്ഥമുള്ളൂ. എന്നല്ല അല്ലാഹുവിന്റെ റസൂൽ എന്താണ് മരണമില്ല. അത് ഞാനും നിങ്ങളും എന്താണ് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ എനിക്കും നിങ്ങൾക്കുമാണ് എന്താണ് മരണം. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് മറ്റൊരു റൂമിൽ നിന്ന് ഒരു റൂമിലേക്ക് മറങ്ങുന്നേ അർത്ഥമുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് വഫാത്തായിട്ടില്ല. അത് കേട്ടില്ലേ? ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോയതുപോലെയാണ്, അതല്ലാതെ വഫാത്തായിട്ടില്ല. മരണം എനിക്കും നിങ്ങൾക്കുമൊക്കെയാണ് എന്നാ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ അംഗീകരിക്കുമോ? ഒന്ന് പറഞ്ഞു തരണം. മാത്രവുമല്ല, കേരളത്തിൽ ഇങ്ങനെ റസൂലുള്ളാഹി കറങ്ങി നടക്കുകയെന്ന് പല ആളുകൾ നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട് എന്നാ പറയുന്നത്. നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോ? ഒരുപാട് ക്ലിപ്പുകളുണ്ട്. ഞാൻ തൽക്കാലം 2 ക്ലിപ്പേ കാണിക്കുന്നുള്ളൂ. വരട്ടെ. ആദ്യം നമ്മുടെ പകരാഹസനി, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട തന്നെ ഉസ്താദ് പറയട്ടെ. എത്ര മജ്‌ലിസുകളിലാണ് മുത്ത് റസൂലുള്ളാഹി ഹാദിറായത്? ഇപ്പോഴതാണ് ഞാൻ പറയുന്നത്. റസൂലുള്ളാഹിനെ നേരെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ട 4-ലേറെ ആളുകളെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ എനിക്ക് പരിചയമുണ്ട്. വിശ്വസ്തരാണ് ഞാൻ പറയുന്നത്. ഇതൊരു ചെറിയതായി കാണരുത് മുഅ്മിനീങ്ങളെ. നമുക്ക് തങ്ങളൊന്ന് കാണണം. ഉറക്കത്തിൽ കണ്ടവർക്ക് 100-ലേറെ ആളുകൾ, ചെറുതും വലുതുമായി, ചെറിയ മക്കൾ കണ്ടത്, സ്ത്രീകൾ കണ്ടത്, പുരുഷന്മാര് കണ്ടത്, എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞവരും എന്റെ അരികിൽ വന്ന് പറഞ്ഞവരും ഞാൻ അവരെ വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞവരും കുറെ തങ്ങൾ വന്നു പറഞ്ഞു, തങ്ങൾ വന്നു പറഞ്ഞു, തങ്ങൾ വന്നു പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ നബിയെ എനിക്ക് നല്ലൊരു പെണ്ണിനെ തങ്ങൾ കല്യാണാക്കി തരണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചിത്രം കാണിച്ചു കൊടുത്ത് കല്യാണം ചെയ്ത സംഭവങ്ങൾ എനിക്ക് 2 ആളുകളെ പരിചയമുണ്ട്. അതിൽ നാടന്മാരുണ്ട്, മൂല്യമാരുണ്ട്. കേട്ടില്ലേ? നേർക്ക് നേരെ കണ്ടവരുണ്ട്, ഉറക്കത്തിൽ സ്വപ്നത്തിൽ കണ്ടവർ വേറെയുമുണ്ട്. 100 കണക്കിന് ആളുകളുണ്ട്. ഇനിയോ കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇത് നിങ്ങൾ അംഗീകരിക്കോ? ഒന്ന് പറഞ്ഞു തരണം നിങ്ങൾ. ഇനി ഈക്കക്കാർ ഈ സംസാരം കേൾക്കുകയാണ് എങ്കിൽ നിങ്ങളങ്ങനെ സമാധാനിക്കൊന്നും വേണ്ട. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരും പറഞ്ഞിട്ടുണ്ട്. ഷംസുലുലമന്റെ അടുക്കൽ റസൂലുള്ളാഹി വന്നിരുന്നിട്ടുണ്ട്, സദസ്സിലുണ്ടായിട്ടുണ്ട് എന്ന് ജിഫ്രി മുത്തുക്കോയ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളെ മറ്റേ വട്ട് കേസ് ഉണ്ടല്ലോ, റഹ്മത്തുള്ള കാസിമി, അദ്ദേഹവും പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ ഒരു പ്രൊഫസർ എന്നോട് സംസാരിച്ചു കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്. ഞാൻ ഒരിക്കൽ കുഞ്ഞിപ്പള്ളിയിൽ സിയാറത്ത് കഴിഞ്ഞ് കിടക്കുമ്പോൾ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു. എനിക്ക് ആകെ ഒരു ഡൗട്ട്. എന്നോട് സംസാരിച്ചതൊക്കെ കുഞ്ഞിപ്പള്ളിയിലെ ആ ഹൗലും കരയിൽ കൂടെ റസൂലുള്ളാഹി കയറി വന്നു. എന്നോട് നല്ല പ്യൂർ സ്കോട്ടിഷ് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അങ്ങനെ റസൂലുള്ളാഹി സംസാരിക്കുമോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി അറബിയിലല്ലേ സംസാരിക്കേണ്ടത്, നല്ല സ്കോട്ടിഷ് ഇംഗ്ലീഷിലും സംസാരിച്ചു. എനിക്ക് ആകെയുള്ള ഡൗട്ട്, കണ്ടതൊക്കെ റസൂലുള്ളാഹി തന്നെ ആ സിഫത്തൊക്കെ ഒത്തിട്ടുണ്ട്. എനിക്ക് ആകെയുള്ള പ്രശ്നം സംസാരിച്ചത് എന്തിലാണ്? ഇംഗ്ലീഷ്. ഞാനയാൾ പറഞ്ഞു, എങ്ങനെ? ലോകത്തെ എല്ലാ ഭാഷയും വശപ്പെടുത്തി കൊടുത്ത ആളാണല്ലോ ആര്? മുത്ത് മുഹമ്മദ് മുസ്തഫ. പിന്നെ അത് പ്രകടിപ്പിക്കാത്തത് എന്തുകൊണ്ട്? അതിന്റെ ആവശ്യം വരാത്തതുകൊണ്ട്. ഇപ്പൊ എനിക്ക് കരാട്ടെ അറിയോ ഇല്ലെന്ന് ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല. എനിക്ക് കരാട്ടെ അറിയോ ഇല്ലേ നിങ്ങൾക്ക് എപ്പോഴേ അറിയുള്ളൂ. ഒരാൾ തല്ലാൻ വന്നാലല്ലേ അറിയുള്ളൂ. തല്ലാൻ ജീവിതത്തിൽ ആരും വരാത്ത കാലത്തോളം കരാട്ടെ അറിയുന്ന നാട്ടുകാർക്ക് അറിയില്ലല്ലോ. നിങ്ങൾ എന്റെ കൂടെ അല്ലല്ലോ പഠിച്ചവനെ. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞാൽ പൊങ്ങച്ചല്ലേ എന്റെ വായന.
നിങ്ങൾക്ക് പറയാൻ മനസ്സിലായോ? ഇന്ന് മുത്തുനബി റസൂലുള്ളാഹി ജീവിച്ചിരിക്കണ്ടെങ്കിൽ സംസാരിക്കലായി കാലം ഇത്രയും ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയായിരുന്നു എന്നാണ് നിങ്ങളെ തലതൊട്ടപ്പന്മാരായ മുസ്ലിയാക്കന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ വന്ന് പ്രവാചകൻ സംസാരിച്ചു എന്നാ പറയുന്നത്. മനസ്സിലായല്ലോ? അത് എവിടെയാ വന്നത്? കുഞ്ഞിപ്പള്ളിയിലാണ് വന്നത്. മനസ്സിലായല്ലോ? കുഞ്ഞിപ്പള്ളിയിൽ റസൂലുള്ള വന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. നിങ്ങൾ അംഗീകരിക്കുമോ? ഒന്ന് പറഞ്ഞു തരണം. നിങ്ങളിതൊക്കെ വിശ്വസിക്കുമോ? നിങ്ങളൊന്ന് പറഞ്ഞു തരണം. പ്രവാചകന്റെ പേരിൽ പോലും കളവ് പറയുകയാണ്. ഇനി നിങ്ങൾക്കൊരു സംസാരം കൂടി കേൾപ്പിച്ചിട്ട് ഞാൻ നിർത്താം. എന്താണ് സംസാരം എന്നല്ലേ? നിങ്ങളെ ക്ലിപ്പിട്ടിട്ട് കുരുവട്ടൂർ തരീക്കത്താർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബേജാറായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപ്പയുടെ ക്ലിപ്പിട്ടിട്ട് കുരുവട്ടൂർ തരീക്കത്താർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? കുരുവട്ടൂർ തരീക്കത്താർ നിങ്ങളെ ഉപ്പാനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നറിയാമോ? നിങ്ങളിവിടെ ക്ലിപ്പുകൾ കട്ടുമുറിച്ച് അപ്പുറവും ഇപ്പുറവും കട്ടുമുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ട് സംസാരിക്കുന്നു എന്നതിനെ കുറിച്ച് പറഞ്ഞു. കളവുകൾ പറയുന്നതിനെ കുറിച്ച് പറഞ്ഞു. കളവ് പറയുന്നവന്റെ കളവിന്റെ നാറ്റം കാരണം മലക്കുകൾ അവന്റെ അടുക്കലേക്ക് വരില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. എങ്കിൽ നിങ്ങളുടെ പിതാവിനെ കുറിച്ച് കുരുവട്ടൂർ തരീക്കത്തിന്റെ തൊഴിയൂർ സഖാഫി എന്നറിയപ്പെടുന്ന മുസ്ലിയാര്, തെറിയൂർ സഖാഫി എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന തൊഴിയൂർ സഖാഫി ഉണ്ടല്ലോ, ആ സഖാഫി നിങ്ങളുടെ പിതാവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. സാക്ഷാൽ മുസ്ലിം ജമാഅത്തിന്റെ നേതാവ്, കാന്തപുരം സമസ്തയുടെ മുഷാവറയുടെ സെക്രട്ടറി, കുറ്റ്യാടിക്കാരൻ നിഴൽവാദിയായ മൗലവി പരസ്യമായി പറയുന്നു, ഒന്നിനും കഴിയാത്ത കുഴഞ്ഞു കിടക്കുന്ന വാപ്പയെ പോലെയാണ് ഇവനെക്കാളും ലക്ഷണം കെട്ടവൻ, ഇവനെക്കാളും നശിച്ച നാവിന്റെ ഉടമ ഈ ഉലകത്തിൽ മറ്റാരുണ്ട്? അല്ലാഹു ആ ദജ്ജാലിന്റെ ശർറിൽ നിന്ന് ഈ ഉമ്മത്തിന് കാവല് നൽകട്ടെ. റസൂലിനെ പറ്റി പറഞ്ഞ ഇവൻ ദജ്ജാൽ അല്ലെങ്കിൽ ലോകത്താരാ ദജ്ജാൽ? ദജ്ജാലൂന കദ്ദാബൂൻ, കബളിപ്പിക്കുന്നവൻ, വിശ്വാസികളെ കബളിപ്പിക്കുന്ന വ്യാജനാണിവൻ, കള്ള ശരീഅത്തുവാദിയാണിവൻ. ഇവൻ കപടനാണ്, ഇവൻ കള്ളനാണ്, ഇവൻ വഞ്ചകനാണ്. പറയുന്നത് ഞാനല്ല, മുത്ത് റസൂല് പറയുകയാ, ദജ്ജാലൂന കദ്ദാബൂൻ. ഇവിടെയും ഈ തൊഴിയൂർ സക്കാഫി പറയുന്നത് പ്രവാചകന്റെ പേരിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് എന്തിന് മറുപടി പറയാനുണ്ട്? ഒന്ന് പറഞ്ഞു കൊടുക്ക്, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. നിങ്ങളുടെ പിതാവ് പറഞ്ഞിട്ടുണ്ട് എന്നാ പറയുന്നത്. കാലം ഇത്രയും മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചത് എന്തൊക്കെയാണ്? ആ പറഞ്ഞതിനൊക്കെ തീർത്തും വിരുദ്ധമായി നിങ്ങളുടെ പിതാവ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ രീതിയിൽ പച്ചത്തെറിയൊക്കെ വിളിച്ചത്. അതും നിങ്ങളുടെ പിതാവിനെയാണ് വിളിച്ചത്. അതുകൊണ്ട് എൻ്റെ പൊന്നാര സുഹൃത്തെ, ബേജാറൊക്കെയായി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനിടയിൽ മുജാഹിദിൻ്റെ പെരടിക്കൊക്കെ കയറേണ്ട ഒരാവശ്യവും ഉണ്ടായിട്ടില്ല. മുജാഹിദുകൾക്ക് അങ്ങനെ ഒരു വാദവുമില്ല. ഇത് നിരന്തരമായി നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നു, അത് നിങ്ങൾ കേട്ടു, അതുപോലെ നിങ്ങളും ഇവിടെ പറയുന്നു എന്നതിനപ്പുറം നിങ്ങൾ ഇതിൽ സത്യമുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ അതൊന്നും പരിശോധിക്കാതെ ഇങ്ങനെ വന്ന് നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ പറയുന്നതും കേട്ട് ഇവിടെ വന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മുസ്ലിയാരോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് കട്ടുമുറിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധാരണ പരത്തിയതിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് സങ്കടമുണ്ടായിട്ടുണ്ട് എങ്കിൽ, അതുകൊണ്ടാണ് നിങ്ങൾ കുരുവട്ടൂർ തരീക്കത്തുകാർക്കെതിരെ ഇങ്ങനെ സംസാരിച്ചത് എങ്കിൽ, ഇതേ പറയുന്ന സങ്കടവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുമുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ കളവാണ് പറഞ്ഞത് ഞങ്ങളുടെ പേരിൽ, അതുപോലെ നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ സ്റ്റേജിലൂടെയും പേജിലൂടെയും പറഞ്ഞത് ഞങ്ങളുടെ പേരിലെ കളവാണ്. അതാണ് നിങ്ങളുടെ സ്വന്തം പ്രിയ പിതാവായ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി നേരത്തെ ഉമർ മൗലവിയുടെ പുസ്തകത്തിൽ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് എന്നും ആ പുസ്തകം ഞാനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് ഉമർ മൗലവി എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ആലോചിച്ചൂടെ? റസൂലുള്ള എന്ന് പറയുന്നുണ്ടല്ലോ മുജാഹിദുകൾ, രണ്ടാം ഷഹാദത്ത് അംഗീകരിക്കുന്നുണ്ടല്ലോ മുജാഹിദുകൾ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ, പ്രവാചകൻ കേവലം എന്നെയും നിങ്ങളെയും പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനാണെന്ന് മുജാഹിദുകൾക്ക് വാദമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ലേ? പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ സലാത്ത് ചെല്ലണമെന്നും അതിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ വളരെ കൃത്യമായി മുജാഹിദിന്റെ പണ്ഡിതന്മാർ പറയുന്നതും എഴുതി വച്ചതുമൊക്കെ നമ്മളൊക്കെ കാണുന്നതല്ലേ. എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ കളവുകൾ പറയുന്നു?
നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലിപ്പുകൾ കട്ടുമുറിച്ച് കുരുവട്ടൂർ തരീക്കത്തുകാർ കബളിപ്പിച്ചതിൽ സങ്കടം തോന്നിയിട്ടുണ്ട് എങ്കിൽ അതേ സങ്കടം മറ്റുള്ളവർക്കും ഉണ്ടാകുമെന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. യഥാർത്ഥ പ്രവാചക സ്നേഹിയുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാം അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.